എടാ ശശിയേട്ടന്റെ വീട്ടിൽ നിന്ന് ഈ പ്രാവശ്യം 300 റുപ്യ വന്ന്. അല്ല മോനെ, ഇങ്ങനെ പരിപാടി നമുക്ക് ഗംഭീരാക്കണം. ഉത്സവമാണ്. ഇപ്രാവശ്യം ഗംഭീര പരിപാടിയാണ്. വെടിക്കെട്ട്, ആന, കലാപരിപാടി. അല്ല ഇതെല്ലാം ആക്കിയെന്തിനാന്ന്? ഒരു വീട്ടിൽ നിന്ന് 300 റുപ്യ ചെന്നാവോ ഈ പ്രാവശ്യം? കിട്ടുന്നിടത്ത് എല്ലാം വാങ്ങുക. ഒരു വീട്ടിൽ നമ്മുടെ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ടായിരുന്നു വരാൻ പാടും. അങ്ങനെ ചിന്തിക്കും. അല്ലാണ്ട് ഷാജിയേട്ടന്റെ വീട്ടിൽ നിന്ന് 200 കമ്മിറ്റിയിൽ ഉണ്ട് പറഞ്ഞില്ല. അതിന് മെനക്കെടണം നന്നായിട്ട്. എടാ നമുക്ക് ഈ വീട്ടിൽ നോക്കിയാലോ? ഇത് പുതിയ താമസക്കാരാ. അപ്പൊ ഒരു 500 റുപ്യ എന്തായാലും മുടിക്കണം. എന്തായാലും ഇവിടെ 500 നോക്കണം. ഹലോ ചേച്ചി പോയി ചെരുപ്പെല്ലാം കാണുന്നുണ്ടല്ലോ. ആളില്ല. ഹലോ ഏജേ. ചേച്ചി നമ്മളെ കുന്നുമ്മലെ കാവിലെ ഉത്സവത്തിന് ബന്ധപ്പെട്ട് വന്ന ചെറിയൊരു പിരിവ്. പ്രാവശ്യം ഗംഭീര പരിപാടി ചേച്ചി. ഗാനമേള ഉണ്ട്, പിന്നെ 3 ദിവസം അന്നദാനം, DJ, എല്ലാ പരിപാടിയും ഗംഭീര പരിപാടി ഇപ്രാവശ്യം. അപ്പൊ എന്തെങ്കിലും ഒരു സംഭാവന ആയിരിക്കൂടെ? മോനെ, നമ്മളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഞാനും മോളും മാത്രമേ ഉള്ളൂ. മോളച്ഛൻ മരിച്ചിട്ട് 3-4 മാസമായിട്ടേ ഉള്ളൂ. പൈസ ഒന്നും ഇപ്പൊ എടുക്കാനില്ല. 300 എഴുതിക്കൂടെ അല്ലേ? ഒരു 300 എഴുതപ്പോ. 300 കൂടുതലല്ലേ മോനെ? അമ്പലത്തിന്റെ കാര്യമല്ലേ? ഒരു 200 തന്നെ. 200 എഴുതും. ചേച്ചിന്റെ പേരെന്തേനു? അത്രയൊന്നും ആവൂല. ഇല്ലാതുണ്ടാകും. ഒന്നുമില്ലാണ്ട് ഇപ്പൊ എങ്ങനെ പോവാ? എന്നാ ഒരു 100 എഴുതാം. സാരമില്ല അമ്മ, അങ്ങ് കൊടുത്തേക്ക്. ദൈവത്തിന്റെ കാര്യല്ലേ. മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാതരോ നമ്മളെ. സാരമില്ല. എന്നാ ഒരു 100 രൂപ എഴുതി. ഓ മോനെ, ഇതാ അമ്മേ, ഇതങ്ങ് കൊടുത്തേക്ക്. മോളെ, ഇത് കൊടുത്താ മരുന്നിന്റെ കാര്യം എന്നാ ചെയ്യുന്നത്? സാരമില്ല, ദൈവത്തിന്റെ കാര്യല്ലേ. സക്കടായിപ്പോയടാ. നോട്ടീസ് കൊടുത്തില്ല. നമ്മള് നോട്ടീസ് തരാൻ മറന്നുപോയി. വരുന്ന 23-ാം തീയതിയാണ് ഉത്സവം. അതാണ് കേട്ടാ, ദൈവം കൂടെ ഉണ്ടാവും. അതാണ് കരീപ്പിച്ചട്ട ഈ വീഡിയോ. ശരിക്കും പറയുന്നട്ടാ, ദൈവം കൂടെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാല് ഇതിലൊരു നല്ലൊരു മെസ്സേജ് വീഡിയോ കേട്ടോ. നല്ലൊരു